നമസ്കാരം. നാട്ടകങ്ങളിലെ വേറിട്ട കാഴ്ചകൾ തേടി, വിസ്മയ കാഴ്ചകൾ തേടി ക്യാമറ കണ്ണുമായി ഞങ്ങൾ നടത്തുന്ന യാത്ര നേർക്കാഴ്ച. നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇത് ചെറുവത്തൂർ കയ്യൂർ റോഡിലുള്ള സവിത ഹോട്ടൽ. ഓർച്ചയിലെ വിജയേട്ടൻ്റെ ചെറിയ ഒരു തട്ടുകളാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് വിശപ്പ് മാത്രമല്ല, സംഗീതം കൊണ്ട് മനസ്സിൻ്റെ വിശപ്പും മാറ്റിയെടുക്കാം. അതെ, ആർക്കും അലോസരമുണ്ടാക്കുന്ന ശബ്ദമാണ് പലപ്പോഴും ചൂളംവിളി. എന്നാൽ വിജയേട്ടൻ ചൂളംവിളിയിലൂടെ സംഗീത വിസ്മയം തീർക്കും. ഓർച്ച വിജയേട്ടൻ്റെ ആ സംഗീത വിസ്മയത്തിലേക്കാണ് നേർക്കാഴ്ചയുടെ ക്യാമറ ഇന്ന് നിങ്ങളെ നയിക്കുന്നത്. ചൂളം വിളിക്കാൻ ഒരുപക്ഷെ ആർക്കും സാധിക്കും. എന്നാൽ ചൂളം വിളിയിൽ സംഗീത വിസ്മയം തീർക്കാൻ ആർക്ക് പറ്റും? ഇവിടെ തൻ്റെ കസ്റ്റമേഴ്സിന് മുന്നിൽ പാട്ടിൻ്റെ പാലാഴി തീർക്കുകയാണ് ഇദ്ദേഹം. എങ്ങനെയാണ് ഒരു പാട്ട് മുഴുവൻ ചൂളം വിളിയിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുക? അസാധ്യമാണത്. വിജയേട്ടൻ തന്നെ പറയും എങ്ങനെയാണ് ഈ ഒരു പ്രത്യേക കഴിവിലേക്ക് താൻ വളർന്നു വന്നത് എന്ന്. ചൂളം വിളിയിലൂടെ ഈ പാട്ടിൻ്റെ വിസ്മയം തീർത്തത് എങ്ങനെയെന്ന്. ചൂളംവിളി ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലിങ്ങനെ ചൂളം വിളിച്ചിട്ടുള്ള ചാനലിലെ പരിപാടികളും കണ്ടുകൊണ്ട് അതിനുശേഷം ഇങ്ങനെ തുടങ്ങിയാണ്. അപ്പം അതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഇതിലേക്ക് തിരിഞ്ഞു. അങ്ങനെ പ്രൊഫഷണലായിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചൂളം വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് എൻ്റെ പ്രൊഫഷണലായിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതായത് കണ്ടിട്ട് ഒരാൾ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നതാണ്. പാട്ടിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ വിജയേട്ടൻ സംഗീതം ഔപചാരികമായി പഠിച്ചിട്ടില്ലെങ്കിലും ഗാനമേളകളിലും മറ്റും പാടാൻ തുടങ്ങിയത്. നാട്ടിലെ ഏത് പൊതുപരിപാടികളുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഓണാഘോഷം, അതുപോലുള്ള നാടക മത്സരങ്ങൾ, ഇവിടെയൊക്കെ ഒരവസരം നാട്ടുകാർ വിജയേട്ടൻ നൽകും. വളരെ മനോഹരമായി അദ്ദേഹം പാടും. ചൂളംവിളിയിലൂടെ മാത്രമല്ല, തൻ്റെ സ്വസിദ്ധമായ ആലാപന ശൈലിയിലൂടെയും സംഗീതാസ്വാദകരെ വിസ്മയിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യയായി. പൊതുവേദികളിലെന്ന് വെച്ചാൽ കണ്ണൂർ കാസർഗോഡിലെ ഒട്ടുമിക്ക ക്ലബിൻ്റെ പരിപാടിക്ക് അതിനൊക്കെ തെരുവ് നാടകം, ഒപ്പന, ഈ പരിപാടിക്കെല്ലാം പാടിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബുണ്ട്, റെഡ് സ്റ്റാർ ഓർച്ചയിലെ ക്ലബ് നാടകത്തിന് അത് കണക്ക് തെരുവ് നാടകം, ഒപ്പന എല്ലാറ്റിനും ഞാനാണ് പാടിക്കൊണ്ടായിരുന്നത്. പിന്നെ ഗാനമേളക്ക് എന്ന് വെച്ചാൽ പിന്നെ സ്റ്റേജിൽ അങ്ങനെ ഒരു ട്രൂപ്പായിട്ട് അങ്ങനെ പാടിയിട്ടൊന്നുമില്ല. എന്നാൽ ഇടയ്ക്ക് ചില ആൾ നിർബന്ധിച്ചിട്ട് ഗാനമേള നടക്കുന്നതിനിടയ്ക്ക് ഞാൻ പോയിട്ട്
സുഹൃത്തുക്കളെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് അവരോട് പറഞ്ഞിട്ട് പാടലുണ്ട്. അങ്ങനെ പോയതില്ല. പിന്നെ ഈ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനങ്ങനെ പൊതുവേദികളിൽ അങ്ങനെ പോയിട്ടില്ല. മറ്റ് അനുഭവം എന്ന് വെച്ചാൽ ഒന്നും പറയാനൊന്നുമില്ല. എന്നെ ഈ കണ്ണൂർ കാസർഗോഡിലെ ഏകദേശം എല്ലാ ക്ലബിൻ്റെ പരിപാടിക്കും എനിക്ക് ഓണാഘോഷം എന്നുള്ള പരിപാടിക്കെല്ലാം വ്യാപാരി വ്യവസായ പരിപാടി, അതുപോലെ തന്നെ ചെറുത്തൂർ ഓട്ടോ സ്റ്റാൻഡിലെ അവരെ കൂടെ പാടിയിട്ടുണ്ട്. അവർ നമ്മളെ നാട്ടിൽ ഒരു ഫംഗ്ഷൻ വന്നിട്ടാകുമ്പോൾ അതിൽ ഫുള്ള് മുഖ്യ ഗായകർ നമ്മളെ വീട്ടിലത്തെ എല്ലാവരും ഇങ്ങനെ പാടുന്നവർ തന്നെയാണ്. പെങ്ങന്മാർ കണക്കെ മരുമക്കളെല്ലാവരും പാടുന്നവരുണ്ട്. അവരെ കൂടെ അന്ന് പാടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി വിജയൻ ഓർച്ച ചെറുവത്തൂരിൽ ഹോട്ടൽ തുടങ്ങിയിട്ട്. അന്നു മുതൽ ഇന്ന് വരെ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് വയറു മാത്രമല്ല മനസ്സ് നിറയും. ചൂളംവിളിയുടെ സംഗീത വിസ്മയത്തോടൊപ്പം രുചികരമായ ഭക്ഷണം നൽകാനും വിജയേട്ടൻ മറക്കാറില്ല. ഞാൻ ചെറുത്തൂർ ഹോട്ടൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 35 വർഷത്തോളം ഏകദേശമായി. 35 വർഷം എന്ന് വെച്ചാൽ ഞാൻ ഈ നിൽക്കുന്ന കടയെ തൊട്ട് അടുത്തുള്ള കടയിലാണ് ഞാൻ ഹോട്ടൽ നടത്തിക്കൊണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു ബിൽഡിംഗ് ഓണറായിട്ടുള്ളൊരു കേസായിട്ട് ബന്ധപ്പെട്ട് ബിൽഡിങ്ങിലെ ഒരു 5 കടക്കാരോളം കേസായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞു പോയി. അതിനുശേഷം അവരെന്തോ കുടുംബ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഈ റൂം ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ വാടക കൊടുത്തുകൊണ്ട് അങ്ങനെ ആ ഹോട്ടൽ ഒഴിവായതിന് ശേഷം ഞാൻ പ്രമേഹത്ത് തുടങ്ങിയാണ്. 1.5 വർഷത്തോളം ഞാൻ ഈ ചെറിയ പിടിയിൽ ഇപ്പം കച്ചവടം തുടങ്ങിയിട്ട്. ചൂളംവിളിയിലൂടെ ഏത് വിഭാഗത്തിൽപ്പെട്ട പാട്ടുപാടാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് വിജയേട്ടനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, പഴയതായാലും പുതിയതായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. പഴയ കാലത്തെ മനോഹരമായ ഗാനങ്ങളും പുതിയ കാലത്തെ വ്യത്യസ്തങ്ങളായ ഗാനങ്ങളും ഒരുപോലെ ഇദ്ദേഹം ചൂളംവിളിയിലൂടെ അവതരിപ്പിക്കും. ചൂളംവിളിയിൽ അങ്ങനെ പഴയ പാട്ടൊന്നുമില്ല, പുതിയ പാട്ട് ഏത് പാട്ട് പാടുന്നതിനും പ്രശ്നമില്ല. അപ്പം പിന്നെ ഈ ചൂളംവിളിക്കെന്ന് വെച്ചാൽ അങ്ങനെ ലിറിക്സിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഏത് പാട്ട് പാടുന്നതിനും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും കുറച്ച് മെലഡി ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് താല്പര്യം കൂടുതൽ.
വളരെ ചെറിയ പ്രായത്തിലെ സംഗീതത്തോടുള്ള താല്പര്യം വിജയേട്ടനുണ്ടായിരുന്നു. രാജാസ് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നത്തെ അധ്യാപകർ നൽകിയ പിന്തുണ, വയ്യാത്ത കാലുമായി സ്റ്റേജിന് മുന്നിൽ നിന്നും സാഹിത്യ സമാജത്തിലും മറ്റും പാടിയ ആ ഓർമ്മകൾ ഇപ്പോഴും അദ്ദേഹം മറന്നിട്ടില്ല. അതെ, അന്ന് തുടങ്ങിയ ആ സംഗീതാഭിരുചി ഇപ്പോഴും ഗാനമേളകളിലായാലും നാട്ടിലെ പൊതുപരിപാടികളിലായാലും ഒപ്പം തൻ്റെ ഹോട്ടലിൽ ജോലി സമയങ്ങളിൽ വിശ്രമവേളകളിൽ ചൂളംവിളിയിലൂടെ ആയാലും അദ്ദേഹം സാർത്ഥകമാക്കുന്നു. കുട്ടിക്കാലത്തെ സംഗീതത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ പാടുന്നുള്ളത്, അച്ഛനും അമ്മയിലും ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ പാടാറുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സാഹിത്യസമാജത്തിനും മറ്റെല്ലാം സാഹിത്യസമാജമല്ല, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഈ സ്കൂളിൽ നമ്മൾ കൈവേലാവുന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് ഈ ടീച്ചർമാർ വന്നു കഴിഞ്ഞാൽ ഓരോ കുട്ടികളെ കൊണ്ട് പാടിക്കും. അപ്പോൾ അതുപോലെ എനിക്ക് ഒരു ടീച്ചറുണ്ടായിരുന്നു, പറയുമ്പോൾ സങ്കടമാണ്. ആ ടീച്ചർ എന്നെ എപ്പോഴും ക്ലാസ്സിൽ എന്നെ കൊണ്ട് പാടിപ്പിക്കും. അപ്പോൾ ആ ടീച്ചറെ പ്രോത്സാഹനം ഒന്നുകൂടി കൊണ്ട് മാത്രമേ ഞാൻ കുറച്ചും കൂടെ അങ്ങനെ പാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സാഹിത്യ സമയത്തിലും ടീച്ചറെ സ്റ്റേജിൽ ഇങ്ങനെ കുറച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായ സമയമാണ്. സ്റ്റേജ് കുറച്ച് ഉയരമില്ലാണ്. അപ്പം ടീച്ചർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ക്ലാസ്സിൽ നിന്ന് പാടിപ്പിക്കും, കണക്കിന് സാഹിത്യ സമയത്തിൽ നിന്ന് പാടിക്കും. പിന്നെ ഞാൻ രാജാ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. രാജാ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിനെല്ലാം പാടാറുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിനും മറ്റെല്ലാം പാടും. നിരവധി ഇങ്ങനെ സമ്മാനങ്ങളെല്ലാം സ്കൂളിൽ നിന്നുമായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ട് ക്ലബിൻ്റെ പരിപാടിയിൽ തന്നെ ഒരുപാട് സമ്മാനങ്ങളും മറ്റെല്ലാം കിട്ടാറുണ്ട്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ. ചൂളംവിളിയിലൂടെ മാത്രമല്ല, മൗത്ത് ഓർഗനിലൂടെയും വിജയേട്ടൻ പാട്ടുപാടും. ഒരു ഗുരുനാഥന്റെയും സഹായമില്ലാതെ മൗത്ത് ഓർഗനിലൂടെ വിജയേട്ടൻ സ്വായത്തമാക്കിയ ആ പാട്ടുവിശേഷങ്ങൾ. ചൂളം വിളിച്ച് പാട്ട് ഓടുന്ന കൂടാണ്ട് ഞാൻ ഇങ്ങനെ ചെറുങ്ങനെ മൗത്തോർഗനെല്ലാം വായിക്കാറുണ്ട്. മൗത്തോർഗൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇളയച്ചൻ ചെറുപ്പത്തിലെ ഇങ്ങനെ മൗത്തോർഗൻ പാട്ടിലും പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രമിച്ചു നോക്കി. ഇങ്ങനെ അതിന് പ്രത്യേകിച്ച് ഗുരുനാഥനൊന്നുമില്ല. ഞാൻ ശ്രമിച്ചു നോക്കി എൻ്റെ സ്വയം ഇങ്ങനെ ആക്കിയിട്ടുള്ളൊരു ചെറുങ്ങനെ പഠിച്ചാണ്. തൻ്റെ എളിയ ഈ കലാഭിരുചിക്ക് തൻ്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെയും നാട്ടുകാരുടെയും ഒപ്പം വീട്ടുകാരുടെയും പിന്തുണ ചെറുതല്ല. ഒപ്പം തൻ്റെ പാട്ടുവഴികളിൽ എന്നും കൂടെയുള്ള ആ കുടുംബത്തെക്കുറിച്ചും. ചൂളംവിളി കണക്ക് പാട്ട് ഇതെല്ലാം വെച്ചാൽ ഞാൻ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിച്ച ആൾ. ഞാൻ ഹോട്ടലിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചൂളം വിളിച്ചുകൊണ്ടും അത് കണക്ക് പാട്ട് ഇങ്ങനെ രണ്ടുപേര് പാടുന്ന സമയത്ത് കേൾക്കുന്ന ആൾ നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പല ആളും പല നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അതാണ് ഞാൻ പിന്നെ ഇതിങ്ങനെ ഈ രീതിയിലേക്ക് തിരിഞ്ഞത്. ഇപ്പം ഒരാൾ പ്രോത്സാഹനം കിട്ടുന്ന സമയത്ത് നമുക്ക് അത് പിന്നെയും നന്നാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവും. വീട്ടിലും പിന്നെ ഞാൻ അങ്ങനെ ചെറുങ്ങനെ എല്ലാം ഇങ്ങനെ ചെറുങ്ങനെ പാടാറുണ്ട്. ഇപ്പോൾ കുളിക്കുമ്പോൾ അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പാടുമ്പോൾ വീട്ടുകാരും നല്ല സപ്പോർട്ടുണ്ട്. അങ്ങനെ എൻ്റെ പെങ്ങന്മാർ എല്ലാവരും നല്ല ഭാര്യ കുട്ടികളെല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പം എൻ്റെ മക്കളും നന്നായിട്ട് പാടും. വീട്ടിലിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ
ഞാൻ ഭാര്യ, രണ്ട് മക്കളാണ്. ഭാര്യ പുഷ്പ, തേക്കടപ്പുറം താമസം. പിന്നെ 2 മക്കൾ. ഒരു മകളെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു മകൾ ഇപ്പം ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. പിന്നെ 4 ആൾ വീട്ടിൽ. പിന്നെ അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. പിന്നെ പെങ്ങളെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ഒരാൾ ഒരു സ്ഥലത്തേക്ക് തന്നെ സെറ്റിലായിട്ട് നിൽക്കുന്നുണ്ട്. മരുമക്കളെല്ലാവരും നന്നായിട്ട് പാടും. ചൂളംവിളിയിലൂടെ സംഗീത വിസ്മയം തീർക്കുന്ന വിജയൻ ഓർച്ചായുടെ ഭക്ഷണശാലയിൽ നിന്നും നമുക്ക് പടിയിറങ്ങാം. നേർക്കാഴ്ചയുടെ ക്യാമറ പുതിയ കാഴ്ചപ്പുറങ്ങൾ തേടി യാത്ര തുടരുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.